ഭഗവാൻ ശ്രീകൃഷ്ണൻ. കൃഷ്ണൻ്റെ ജീവിതം നമ്മൾ നേരത്തെ കഥകളിലൂടെ കണ്ടു. അദ്ദേഹം വൃന്ദാവനത്തിൽ നിന്നും മധുരയിൽ പോയി കംസവധം കഴിഞ്ഞതിന് ശേഷം ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോവുകയാണ്. 64 കലകൾ ഗുരുവിൽ നിന്നും പഠിച്ചു എന്നാണ്. ഈ 5 കുതിരകളെ കൂട്ടിയ തേരോടിക്കുന്ന കലയൊക്കെ അവിടെ നിന്നാണ് പഠിക്കുന്നതെന്ന്. ആ ടെക്നിക്കുകളൊക്കെ എല്ലാം ഒരുപക്ഷെ ഭഗവാൻ അറിയാം, പക്ഷെ അതൊക്കെ അവിടുന്ന് പഠിച്ചു. 64 കലകൾ പഠിച്ചു എന്നതൊക്കെ സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ പല കാര്യങ്ങളും ഭഗവാൻ പാചകം പഠിച്ചിട്ടുണ്ടത്രേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ജീവിതത്തിലേക്ക് വേണ്ടുന്നതൊക്കെ ഗുരുവിൽ നിന്നും പഠിച്ചു. അപ്പം അവിടെ ഇതൊക്കെ ഞാൻ പറയുമ്പോണ്ടല്ലോ, ഈ വിദ്യാഭ്യാസം എന്തൊക്കെ ആയിരിക്കണം എന്ന് സത്യത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതൊക്കെ തലതിരിഞ്ഞതെന്ന് നമുക്ക് ഈ ഭാഗവതത്തിലൂടെയൊക്കെ തെളിയിക്കാൻ പറ്റണം. അതായത് കുക്കിംഗ് കുട്ടികൾക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പല കുട്ടികളൊന്ന് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുമ്പോൾ അവിടുത്തെ ഭക്ഷണം ഹോട്ടലിലൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഭക്ഷണം കഴിച്ച് വയറൊക്കെ കേടുവന്നു. പിന്നെ അസുഖങ്ങളാണ്, എന്നും വയറിന് ഗ്യാസ്ട്രിക്കായി അതായി ഇതായി. അപ്പോൾ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു പാചകം ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും വിചാരിക്കേണ്ടത് നമുക്കൊരു ഹോം സ്കൂളിംഗ് പോലുള്ളതൊക്കെ ഈ വെക്കേഷൻ കാലത്തൊക്കെ തുടങ്ങണമെന്ന്. അപ്പോൾ കുട്ടികൾക്ക് പാചകം പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഈ കുട്ടികളിൽ ആയുർവേദത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രകൃതി ചികിത്സകൾ. ഇപ്പം തലവേദന വന്നാൽ പെട്ടെന്ന്, ഇപ്പം നമ്മുടെ മുത്തശ്ശിമാർക്കൊക്കെ പണ്ടുണ്ടായിരുന്ന ചില അറിവുണ്ടായിരുന്നു. പല ചെടികൾ, ഇപ്പം നമ്മൾ തന്നെ കുട്ടിക്കാലത്തൊക്കെ കാലൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റപ്പ അതൊക്കെ തിരുമ്മി അതിൻ്റെ നീരൊക്കെ ആക്കി പെട്ടെന്ന് അതിനൊരു ശമനം വരുത്തും. ഇന്നിപ്പോൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ മരുന്ന് കഴിച്ച് ക്യാൻസർ എന്ന മഹാവ്യാധിയിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്നൊരു മാറ്റമുണ്ടാവണം. അപ്പം നിങ്ങൾ പത്രങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ നിന്നുള്ള പല കമ്പനികളുടെയും മസാലകളൊക്കെ ഇന്ന് തിരിച്ചയക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന്. കാരണം അതിലുള്ള അമിതമായ പല പ്രിസർവേറ്റീവ് കെമിക്കൽ കണ്ടൻറ്റ് അത് ക്യാൻസറിന് കാരണമാകുന്നുള്ളൊരു കണ്ടെത്തലാണ് അതിന്. അപ്പോൾ ഈ ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കുന്നത്, ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹോൾസെയിൽ വാങ്ങിക്കുന്ന മസാലക്കൂട്ടുകളാണ്. അപ്പം നിങ്ങളൊക്കെ അറിയില്ലേ, വലിയ വലിയ കമ്പനികൾ ചെറിയ പാക്കറ്റിലാക്കുന്നതിന് മുമ്പ് ഹോട്ടലുകൾക്കൊക്കെ ബൾക്കായിട്ട് കൊടുക്കും, ഈ കിലോ കണക്കിന്. കാരണം ഇവരൊക്കെ വലിയ കസ്റ്റമേഴ്സാണ് അവർക്ക്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾ പിന്നീട് രോഗികളായി മാറുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും കുട്ടികൾക്കൊരു അവബോധം ഇന്ന് ഇല്ലാത്തതുണ്ട്. ഉണ്ടോ? പറയൂ, ഉണ്ടോ ഇല്ലയോ? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഇതുണ്ട്. കാരണം അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണം. അപ്പം നോക്കൂ, ഞാനത് പറയാൻ കാരണം, ഒരു കാലഘട്ടത്തിൽ ഹിന്ദു സമൂഹത്തിനെന്ന് പറയുന്നത് ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അന്ന് ഇത്രയൊന്നും സമ്പത്തുണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങളൊക്കെ ഒരുവിധ ആളുകളൊക്കെ സെറ്റിൽ ഒക്കെ ഒരുവിധമൊക്കെ ശരിയാണ്. കാരണം മക്കളൊക്കെ പഠിച്ചു, അവരൊക്കെ നല്ല പൊസിഷൻ. പക്ഷേ ഇനിയിപ്പോൾ അവരുടെ ജനറേഷൻ വരുമ്പോൾ അവർക്ക് ഒരു കുന്തും അറിയില്ല ജീവിതത്തെക്കുറിച്ച്. ഈ പുസ്തകജ്ഞാനമല്ലാതെ പ്രായോഗിക ജ്ഞാനം ഒന്നുമില്ല. അപ്പം അതിനെന്ത് ചെയ്യണം എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പം നിൽക്കട്ടെ, ഏതായാലും കൃഷ്ണൻ്റെ കൂടെ പഠിച്ച ആളായിരുന്നു, ഗുരുകുലത്തിൽ പഠിച്ച ആളായിരുന്നു സുദാമാവ്. അങ്ങനെ സുദാമാവുമൊത്തുള്ള പഠനമൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ നേരെ മധുരയിലേക്ക് വന്നു. സുദാമാവ്, അദ്ദേഹത്തിൻ്റെ സ്ഥലം പോർബന്ദർ എന്നാണ് പറയുന്നത്, അവിടേക്ക് പോയി. കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഭാഗവതത്തിൽ അതിലൊന്നും അത്ര പ്രാധാന്യം കൊടുത്തില്ല. ഈ സുദാമാവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എപ്പോഴും ഒരു ഭഗവത് സ്മരണയിൽ ആനന്ദം കണ്ടെത്തിയ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തമായ ഒരു ലക്ഷ്യബോധം, അല്ലെങ്കിൽ വ്യക്തമായ ജീവിതം എന്തിനാണ് എന്താണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആർക്കുണ്ടായിരുന്നു? സുദാമാവിനുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ഉപാസനാദി സംസ്കാരത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ഭാര്യയ്ക്ക് അതിൽ വിരോധം ഉണ്ടായിരുന്നില്ല.
ഭാര്യ ഇതിന് അനുകൂലിച്ചു. ഭാര്യ ഓരോ വീടുകളിലൊക്കെ പോയി യാചിച്ചു കൊണ്ടുവരുന്നതാണ് പാപത്തിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. പക്ഷേ സുദാമാവിന് 3 ഗുണങ്ങളുണ്ടായിരുന്നതാണ്. എന്താ 3 ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത് വേണം എന്നുള്ള ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. 2, എന്ത് കൊടുത്താലും അദ്ദേഹം തൃപ്തനാണ്. 3, ഒരു പരാതിയില്ല. നോക്കൂ, അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സിനെ കണ്ടു കിട്ടാൻ വലിയ പാടാണ്. കിട്ടിയതിലോട്ട് പരാതിയില്ല, ഇന്നത് കിട്ടണമെന്നുള്ളൊരു ഡിമാൻഡ്, ഒരു നിർബന്ധ ബുദ്ധിയില്ല. പിന്നെ എന്ത് കിട്ടിയാലും ഒരു തൃപ്തനായി മാറുന്ന ഒരു മാനസികാവസ്ഥ. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും, ആണോ? ഇന്നിപ്പോൾ എന്ത് പിള്ളേർക്ക് കൊടുത്താലും പറയും, ഓ ഇങ്ങനെയാണ് ഉണ്ടാക്കുക, അങ്ങനെയാണ് ഉണ്ടാക്കുക. മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളിച്ച് കാട്ടുമ്പോൾ ദേഷ്യം വരും. ഉപ്പില്ല, മുളകില്ല, പുളിയില്ല, അതില്ല, എങ്ങനെയാണോ ചീത്ത വിളിക്കും. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ മാനസികമായ കുറേ ഇഷ്ടങ്ങൾക്ക് അവർക്ക് അതിനനുസരിച്ചൊക്കെ വന്നില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണെന്ന് പിള്ളേരോട് ചോദിച്ചു നോക്കുന്നത്, വീട്ടിലത്തെ ഭക്ഷണം വേണോ പുറത്തുള്ള ഭക്ഷണം വേണോ ചോദിച്ചാൽ എന്തായിരിക്കും ചാടി പുറപ്പെടുക? പണ്ടൊക്കെ വീട്ടിലത്തെ ഭക്ഷണം മതി, പുറത്തത്തെ ഭക്ഷണം വേണ്ട. ഇന്നിപ്പോൾ എന്താ പറയുക? പുറത്തു പോവാം, പുറത്തു പോവാം, പുറത്തു പോവാന്നാണ്. എല്ലാം പുറത്തു പോയി കഴിക്കലാണ്, ആണോ? കാലം മാറിപ്പോയി. പോട്ടെ, ഏതായാലും ഇവിടെ സുദാമാവിൻ്റെ ശരീരം അങ്ങനെ എല്ലും തോലുമായി. എന്നുവെച്ചാൽ കുറച്ച് അധികം കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഭാര്യയ്ക്ക് വലിയ സങ്കടമായി. കാരണം ഇദ്ദേഹത്തിന് വേണ്ട പോലെ ഒന്ന് ആഹാരം കൊടുത്ത് എനിക്ക് ഒരു സന്തോഷിപ്പിക്കാൻ പറ്റണില്ലല്ലോ ഭഗവാനെ. കാരണം കിട്ടുന്നതൊക്കെ യാചിച്ച് കിട്ടുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. എങ്ങനെ ഇദ്ദേഹത്തിനെ ഒന്ന് സന്തോഷിപ്പിക്കുക? അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ സഹപാഠിയല്ലേ കൃഷ്ണൻ, ഒന്ന് പോയി കണ്ടാൽ തന്നെ നമ്മുടെ ദാരിദ്ര്യം തീരും. അപ്പോൾ പിന്നെ അങ്ങക്ക് എന്തും തരാൻ എനിക്ക് പറ്റും, ഒന്ന് പോയി കണ്ടുകൂടെ? സുദാമാവ് ആദ്യം പറഞ്ഞപ്പോൾ പോയോ? ഇല്ല, വാശി കൊണ്ട് പോയതല്ല, പറഞ്ഞത് പോവാതിരുന്നതല്ല, വാശിയൊന്നായിരുന്നില്ല. പിന്നെന്താ പോവാതിരുന്നതിന് കാരണം? അതെങ്ങനെ ചിന്തിക്കുകയാണ്, എന്തിനാണ് പാവം ഭഗവാനെ ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പം വീണ്ടും പലതവണ ഭാര്യ പറഞ്ഞപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം തന്നെ ചോദിക്കുകയാണ്, ആ മഹാപുരുഷനെ അല്ലെങ്കിൽ മഹാത്മാവിനെ ഒന്ന് കാണാനുള്ള ഭാഗ്യം ഞാൻ എന്തിനാ ഒഴിവാക്കുന്നത്? മേ ഉത്തമ ശ്ലോക ദർശനം എന്നാണ്. എനിക്ക് ആ ഉത്തമനായിട്ടുള്ള മഹാത്മാവിനെ ഒന്ന് കാണാനൊരു ഭാഗ്യം കിട്ടില്ലേ എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പിന്നീട് പുറപ്പെടുകയാണ്. നേരെ പുറപ്പെടാറായില്ല, ഭാര്യയോട് ചോദിക്കുകയാണ്, കിഞ്ചിത് തീയതാം, ആ ഭഗവാനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ എന്ന്. ഉടനെ ഭാര്യ നോക്കണം, ഭാര്യ മലയാളി അല്ലാതിരിക്കാം, അതുകൊണ്ടായിരിക്കാം. മലയാളിയാണെങ്കിൽ ചോദിക്കും, നിങ്ങൾ വല്ലതും കൊണ്ടുവച്ചിട്ടുണ്ടോ ചോദിക്കും. ഇവിടെ ഭാര്യ നേരെ പുറത്തേക്ക് ഓടുകയാണ്. എന്നിട്ടൊരു വീട്ടിൽ ചെന്നിട്ട് യാചിത്വാ ചതുരോന്മുഷ്ടീൻ പൃതുക തണ്ടുലാൻ, യാചിച്ചു എന്നാണ്. എന്താ യാചിച്ചു കൊണ്ടുവന്നത്? 4 പിടി അവില്. പറയുന്നത് ഇതാണ്, അങ്ങേ എന്താണ് ഭഗവാന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ ദേവി എന്ന്. അപ്പം ദേവി ഉടനെ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ പോയി യാചിച്ചപ്പോൾ പൃതുക തണ്ടുലാൻ 4 പിടി അവില് കിട്ടിയെന്നാണ്. ശൈലകണ്ഠേന താൻബത്വ, ഒരു തുണിക്കഷ്ണത്തിൽ അത് കിട്ടി. അന്ന് പ്ലാസ്റ്റിക് കൂടൊന്നുമില്ല. എന്നിട്ട് ഈ അവിലെന്തോ ചെയ്തു ഭഗവാൻ അറിയോ? അല്ല സോറി, ഈ കുചേലന് കൊടുത്തപ്പോൾ കുചേലൻ എന്ത് ചെയ്തു? അതാണ് നമ്മൾ മലയാളികളൊക്കെ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കഥയും. ഈ അവിലെടുത്തിട്ട് എന്ത് ചെയ്തു? നമ്മൾ സാധാരണ കുചേലൻ അവില് എവിടെ വെച്ചു എന്നാ പറയുക? എന്നാ ഭാഗവതത്തിൽ കക്ഷത്ത് വെച്ചു എന്നില്ല. കാരണം ഈ ഏപ്രിൽ മാസത്തിലൊക്കെ അതൊന്ന് കക്ഷത്ത് വെച്ചാൽ, അതും ശീല കൊണ്ട് പൊതിഞ്ഞ അവിലാണെങ്കിൽ പിന്നെ മിക്കവാറും അവിടെ എത്തുമ്പോഴേക്കും അത് ഭഗവാൻ പറയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടുള്ളൂ എന്ന്. അവർ ആ കണക്കിന് പരുവത്തിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ അവില് കക്ഷത്ത് വെച്ചു എന്നുള്ളത് അത് പിൽക്കാലത്ത് എനിക്ക് പറയാൻ, ഇതൊക്കെ ഭാഗവതത്തിന് എടുത്തതല്ല, ഇത് രാമപുരത്തുവാരുടെ അദ്ദേഹത്തിൻ്റെ വഞ്ചിപ്പാട്ടിൽ എഴുതി വെച്ച വരികളാണ്. അങ്ങനെയാണ് ഉത്തമമായ പുസ്തകമുണ്ട് ഒരു കയ്യിൽ, പിന്നെ കുടം മറ്റേ കയ്യിൽ, അവില് വയ്ക്കാൻ
സ്ഥലമില്ല. പിന്നെ ആകെ വെക്കാനുള്ളൊരു സ്ഥലം ഇത് കക്ഷത്തിൽ ഇറക്കി വെക്കില്ല, വേറെ വഴിയില്ല. കാരണം പുസ്തകം ഒരു ഭാഗത്ത്, ഓരോ സാധനങ്ങൾ ഓരോ കയ്യിലാണെങ്കിൽ ഇത് എവിടെ വയ്ക്കും? ഇന്നാണെങ്കിൽ വല്ല ഒരു സഞ്ചിയിലൊക്കെ ഇട്ട് കൊണ്ടുപോകാം. അന്ന് അതൊന്നും ഉണ്ടാവില്ല ഇരിക്കുക. അങ്ങനെ ഏതായാലും ഭാഗവതത്തിൽ അങ്ങനെ ഒരു കക്ഷത്ത് വെച്ചു എന്നില്ല. അപ്പം അന്ന് പുസ്തകം ഉണ്ടാവില്ല, കയ്യിൽ വേറെ ഒരു സഞ്ചി എന്തെങ്കിലും ഉണ്ടായിരിക്കും. അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. ഭഗവാനെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിച്ച് 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 ദ്വാരകയിൽ എത്തുന്നു. ഭഗവാനാണെങ്കിലോ ഭഗവാന്റെ കാര്യം നോക്കണം. അന്നും ഫോണൊന്നുമില്ല. ദേ ഞാൻ പുറപ്പെട്ടിട്ടുണ്ടോ, അവിടെ രാവിലെ ഉച്ചയാകുമ്പോഴേക്കും എത്തും എന്നൊക്കെ പറഞ്ഞുള്ള വിളിയൊന്നുമില്ല. കാലത്ത് മുതൽ കൃഷ്ണൻ വീട് വൃത്തിയാക്കല, ഇരിക്കുന്ന സ്ഥലം വൃത്തിയാക്കുക, പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യുക, ഇടയ്ക്കൊക്കെ കർട്ടനൊക്കെ മാറ്റി ജനവാതിലൊക്കെ തുറന്നു നോക്കുക. അപ്പോൾ രുക്മിണീ ദേവിയൊക്കെ ചോദിക്കേണ്ട എന്താവോ ഇന്നിത്ര പ്രത്യേകത, ആരെയാണോ നോക്കുന്നത്? ഭഗവാനാണ് ഈ സസ്പെൻസ്, മിണ്ടണമില്ല ആരാ വരുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരു സസ്പെൻസിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ നിർത്തി എല്ലാ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് തൻ്റെ സതീർത്ഥ്യൻ അങ്ങനെ ഒരു കീറ കൊടയും ഒക്കെ ആയിട്ട് അങ്ങനെ വരുന്നത്. ഭഗവാൻ കണ്ട ഉടനെ എന്ത് ചെയ്തു? ഈ കഥകളി കണ്ട് 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 നിങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞതാണ്. എങ്കിലും പറയാണ്, ആ വരികളിലൂടെ ഒന്ന് നമുക്ക് പോവാം. ഭാഗവതത്തിലെ 80-ാം അധ്യായത്തിൽ 18, 19, 20, 21 തുടങ്ങിയുള്ള ശ്ലോകങ്ങളൊന്ന് വായിക്കണം. ഒരു നല്ല മാധുര്യമുള്ള വരികൾ, എന്തൊരു സുന്ദരമായ വരികളാണെന്നറിയോ. ഇത്രയും നമുക്ക് ഭക്തിയുടെ ഒരു രസം തരുന്ന നോക്കുക. കഥയുടെ ആ കാലഘട്ടത്തിലെ വ്യാസഭഗവാൻ എന്തൊരു അതിൻ്റെ ആ ഒരു രംഗങ്ങൾ ആവിഷ്കരിക്കുന്നത്. ഒരു നല്ല മനോഹരമായ ഒരു സംഭവം ഉണ്ടല്ലോ, എങ്ങനെയാണ് കാവ്യരൂപത്തിൽ അവതരിപ്പിക്കുക എന്നൊക്കെ പൂർവികന്മാരുടെ ആ ഒരു കഴിവ് അത്ഭുതം തന്നെയാണത്. പറയാണ് എന്താണ് അവിടെ സംഭവിച്ചത്. തമ്പിലൊക്യാച്യുതോ ദൂരാൽ പ്രിയാ പര്യങ്കമസ്ഥിതാം സഹസുത്തായ ചഭ്യേത്യ ദോർഭ്യാം പര്യഗ്രഹിന്മുദാം സഖ്യപ്രിയസ്യ വിപർഷേ അംഗസംഗാതി നിർവൃതാം പ്രീതോ വിമുഞ്ചത ബിന്ദൂൻ നേത്രാഭ്യം പുഷ്കരേക്ഷണ. ഭഗവാൻ തം വിലോക്യ അച്യുതോ ദൂരാൽ, അച്യുതൻ ദൂരെ നിന്ന് കാണുകയാണ് തൻ്റെ സതീർത്ഥ്യൻ വരണം. സഹസ ഉത്തായ, പെട്ടെന്ന് ചാടി എണീറ്റ് ഭഗവാൻ അവിടെ നിന്ന് ഓടി നേരെ തൻ്റെ പ്രിയ സഖാവിൻ്റെ അടുത്തേക്ക്. സഖാവ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥം എടുക്കരുത്. ഭഗവാൻ ഓടി ആ സുഹൃത്തിനെ കണ്ടതും ഭഗവാൻ അങ്ങോട്ട് ആലിംഗനം ചെയ്തു എന്നാണ്. ഒരു നിമിഷം കൃഷ്ണൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീണു. കാരണം ഇത്രയും ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ ജീവിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ ഒരു ഓജസ്സും തേജസ്സും ഭഗവാൻ തൊഴുതു. എന്നിട്ട് പതുക്കെ ഭഗവാൻ കൂട്ടിക്കൊണ്ടുവരികയാണ്. അതോപവേശ്യപര്യങ്കേ സ്വയം സഖ്യോ സമർക്കണം ഉപഹൃത്യാവനിജ്യാസ്യ പാദോപാദാവനേജനീ അഗ്രഹീ ശിരസാരാജൻ ഭഗവാൻ ലോകപാവനാം വിലിംബൽ ദിവ്യഗന്ധേന ചന്ദനാകരുകുങ്കുമൈ ധൂപൈസുരഭിമിത്രം പ്രദീപാവലിബിന്മുദ അർച്ചിത്വാ വേദ്യതാംബൂലം കാംച സ്വാഗതമബ്രവീ കുചൈലം മലിനം ക്ഷാമം ദ്വിജം ദമനി സന്തതം ദേവീ പര്യരൽ സാക്ഷാൽ ചാമരവ്യജനേന വൈ അന്തഃപുരജനോ ദൃഷ്ട്വാ കൃഷ്ണേനാമലകീർത്തിനാം വിസ്മിതോ ബുല്ലതിപ്രീത്യാം അവധൂതം സപാജിതം കിം അനേന കൃതം പുണ്യം അവധൂതേന കിം അനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുനാം ശ്രിയാഹീനേന ലോകേസ്മിൻ ഗർഹിതേനാദമേന ച. എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ട്രീറ്റ് ചെയ്തത് എന്നതാണ് വരികൾ. ആദ്യം തന്നെ ഭഗവാൻ കൊണ്ടിരുത്തി, എന്നിട്ട് കാലുകളൊക്കെ കഴുകി
അദ്ദേഹം ഭഗവാൻ തന്നെ കാലൊക്കെ കഴുകി, എന്നിട്ട് ഭഗവാൻ ആ കാലുകളെ അർച്ചിത്വ എന്ത് ചെയ്തു? പൂക്കളെ കൊണ്ട് അർച്ചിച്ചു. ആരാ ചെയ്യുന്നത്? സാക്ഷാൽ കൃഷ്ണൻ തൻ്റെ സതീർത്ഥൻ്റെ കാൽക്കൽ പൂക്കളിട്ടു എന്നാണ്. എന്നിട്ട് ധൂപൈ എന്ന് പറഞ്ഞാൽ ധൂപം കാണിച്ചു, ദീപം കാണിച്ചു. പിന്നെ ഭഗവാൻ താമ്പൂലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്നിട്ട് ഭഗവാൻ നമസ്കരിച്ചു എന്നാണ്. ആരെ നമസ്കരിക്കുന്നത്? ഭഗവാൻ സുദാമാവിനെ നമസ്കരിച്ചു. നോക്കൂ, സാക്ഷാൽ കൃഷ്ണൻ സുദാമാവിനെ നമസ്കരിക്കാൻ ഒട്ടും മടി കാണിച്ചില്ല. ഇതൊക്കെ കണ്ടപ്പോൾ ചോദിക്കുക, വിസ്മിതോഭൂത് എന്നാണ്. ഭഗവാന്റെ പത്നിമാരിങ്ങനെ വിസ്മിതോഭൂത്, വിസ്മിതം, ഇവരിങ്ങനെ അന്തം വിട്ടു നോക്കുക. കിം മനേന കൃതം പുണ്യം. ഈ അവധൂതനായിരിക്കുന്ന ആള് കൃഷ്ണന്റെ പൂജ കിട്ടാൻ, കൃഷ്ണൻ നമസ്കരിക്കാൻ മാത്രം എന്താണ് പുണ്യം ഇത്രയും ചെയ്തിട്ടുള്ളത്? വളരെ മലിനമായ വസ്ത്രം കൊടുത്ത് വന്നിരിക്കുന്നു, ഇതൊരു വല്ലാത്തൊരു അത്ഭുതമായി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് എല്ലാവരും ഇങ്ങനെ കൈകുപ്പി നിൽക്കുമ്പോഴാണ് ഇവിടെ കൃഷ്ണൻ സുദാമാവിനെ അരികത്ത് പിടിച്ചിരുത്തി കഥകൾ പറയുന്നത്. അപ്പോഴാണ് ഓർമ്മയുണ്ടോ എന്ത് പഴയ കഥകളൊക്കെ, പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അന്നത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങളെ പഴയ സുഹൃത്തുക്കളെ കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരും, പഴയ കഥകളൊക്കെ ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ സ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്നതും പിച്ചിയതും നുള്ളിയതും കഥ പറഞ്ഞതൊക്കെ ഓർമ്മ വരും മനുഷ്യർക്ക്. ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് പറയാണ്, അന്ന് ഗുരുകുലത്തിൽ ഇന്ധനം തീർന്നു എന്ന് പറഞ്ഞാൽ കത്തിക്കാനുള്ള വിറക് തീർന്നു. എന്നിട്ട് നമ്മളെയാണ് കാട്ടിലേക്ക് പറഞ്ഞയച്ച് നമ്മൾ രണ്ടുപേരും പോയി. പിന്നെ നിങ്ങൾക്ക് അറിയാം കഥ. ഉണങ്ങിയ വിറകളൊക്കെ ഒടിച്ച് കൊണ്ടുവരുമ്പോഴേക്കും ഭയങ്കരമായ ഇടിയും മഴയൊക്കെ പെട്ട് കൊണ്ടുവരാൻ പറ്റാതെ അന്ന് രണ്ടുപേരും കാട്ടിൽ തന്നെ നനഞ്ഞ് കുതിർന്നിരുന്നു. പിറ്റേ ദിവസം ഇവരെ കാണാതെ പിറ്റേന്ന് രാവിലെ പുലർച്ചയ്ക്ക് ഇവരെ അന്വേഷിച്ചുകൊണ്ട് ആരെത്തി? ഗുരു എത്തിയപ്പോൾ നനഞ്ഞ 2 പിണ്ടങ്ങൾ. അങ്ങനെ നനഞ്ഞ് കിടക്കുന്ന 2 പേരെയും മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് അന്ന് കൈ തലയിൽ വെച്ച് ആ ഗുരു അനുഗ്രഹിച്ചത് ഓർക്കുന്നുണ്ടോ? ആ കഥ പറഞ്ഞുകൊണ്ട് പറയണ, അന്നത്തെ ആ ഗുരുവിൻ്റെ അനുഗ്രഹമാണ് ഇന്ന് നമ്മളെ ഇവിടെ എത്തിച്ചത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? 20-ാം ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? 43-ാം ശ്ലോകം. ഇതൊക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. പറയണ, ഇത്തം വിതന്യനേകാനി വസതാം കുരുവേ സ്മസോ ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. ഒരാളുടെ ജീവിതത്തെ പൂർണ്ണ പ്രശാന്തിയിലേക്ക് എത്തിക്കാൻ എന്ത് വേണം? ഈ ഗുരോർ അനുഗ്രഹം വേണം. ഈ ഗുരുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ വിചാര സന്യാസിമാരാണ് ഗുരുക്കന്മാരെന്നാണ്. അങ്ങനെ ഒരു ധാരണ അല്ലേ? ഇപ്പം കാൽക്കലൊക്കെ വീണ് നമസ്കരിച്ചാൽ എല്ലാം കിട്ടുന്നുള്ളതാണ്. അങ്ങനെ ഒരു ധാരണ, അതൊരു റെസ്പെക്റ്റ് കാണിക്കണമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇപ്പം ഗുരു എന്ന ശബ്ദത്തിന് അർത്ഥം അറിയോ നിങ്ങൾക്ക്? ഗുരു എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം അറിയോ? ഗൂ ശബ്ദാത് അജ്ഞാനമെന്നും രൂ ശബ്ദാൽ ജ്ഞാനമെന്നും അർത്ഥമാണ്. അജ്ഞാനത്തെ ജ്ഞാനമാകുന്ന വെളിച്ചം കൊണ്ട് നീക്കുന്നവരെയാണ് എന്ത് പറയുക? ഗുരു എന്ന് പറയുക. ഗുരു 2 അക്ഷരങ്ങളാണ്. ഗൂ ശബ്ദാൽ അന്ധകാരത്വം, രൂ ശബ്ദാൽ തന്നിരോധനം. ഇപ്പോൾ ഗുരുഗീത എന്നൊരു പുസ്തകമുണ്ട്. ഏതാണ്? ഗുരുഗീത. അവിടെയാണ് ഈ ഗുരുവിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മഹത്വം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം അജ്ഞാനത്തെ അറിവുകൊണ്ട് നീക്കുന്നതിൻ്റെ പേരാണ് ഗുരുത്വം. ഇപ്പം ഹിന്ദു സംസ്കൃതി മുഴുവൻ, ഇപ്പം നിങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മൾ വിളക്ക് കൊളുത്തും എന്ത് ഫങ്ഷനും ഇല്ലേ? ഇപ്പം എന്തിനാ ഈ വിളക്ക് കൊളുത്തുന്നത്? ഈ വെളിച്ചം എന്നത് അറിവിൻ്റെ വെളിച്ചം ഇവിടെ എല്ലാവരിലും
ഉണ്ടാവട്ടെ. അതാണ് സങ്കല്പം. കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മളെല്ലാം ക്രമേണ ഈ ബോധം ആളുകളിലേക്ക് എത്തിക്കണം. വെളിച്ചത്തെ നിന്ദിക്കുന്നവൻ അറിവിനെ നിന്ദിക്കുന്നവനാണ്, സരസ്വതിയെ അവഹേളിക്കുന്നവൻ. നമുക്ക് സരസ്വതി എന്ന് പറയുന്നത് അറിവിൻ്റെ ദേവതയാണ്. അറിവാണ് ഏറ്റവും സർവശ്രേഷ്ഠം, അല്ലേ? അറിവിൻ്റെ ക്ഷേത്രമാണ്. ഇതാണ് കുമാരേട്ടൻ വന്നിരിക്കുന്നത് തന്നെ ഒരു നിയോഗം പോലെ ഇരിക്കാം. ഈ തിരുവിലക്കാട് നിങ്ങൾക്ക് തിരുവിലക്കാട് അയ്യപ്പൻ്റെ അമ്പലം ഒരു അറിവിൻ്റെ കുട്ടികൾ ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലയിൽ, അല്ലേ, ഹരിശ്രീ കുറിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അറിവാണ് ഏറ്റവും സർവശ്രേഷ്ഠം. ഭാരതം അറിവിൻ്റെ നാടാണ്. ഭഗവാൻ തന്നെ പറയുന്നത് വിദ്യകളിൽ വെച്ച് സർവശ്രേഷ്ഠമായ വിദ്യ ഭഗവത്ഗീത 10ാം അധ്യായം. ഏറ്റവും വലിയ വിദ്യ ഏതാണ്? ഭഗവത്ഗീതയിൽ 10ാം അധ്യായത്തിൽ 32ാമത് ശ്ലോകത്തിൽ 32ആണ് ദശമസ്കന്ധം എന്ന് പറയുന്നു. 10ാം അധ്യായം ഭഗവത്ഗീത 10ാം അധ്യായത്തിൽ ഭഗവാൻ തൻ്റെ വിഭൂതികൾ വർണ്ണിക്കുമ്പോൾ അവിടെ 32ആണോ 28ആണോ നോക്കണേ. അധ്യാത്മവിദ്യാവിദ്യാനാം എന്നൊരു ശ്ലോകമുണ്ട്. 32ആണ്, കറക്റ്റാ പറഞ്ഞത്. 32 ശ്ലോകത്തിൽ പറയുന്നത് അധ്യാത്മവിദ്യാവിദ്യാനാം, ഞാൻ വിദ്യകളിൽ വെച്ച് അധ്യാത്മവിദ്യയാണ്. അപ്പൊ കൃഷ്ണൻ വിദ്യയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അധ്യാത്മവിദ്യ, ആത്മവിദ്യ, ദൈവികമായ വിദ്യ നമ്മളിൽ ഉണരട്ടെ. ഇതിൻ്റെ പ്രതീകമാണ് വിളക്ക് കൊളുത്തുന്നത്. അങ്ങനെ നമ്മളിലൊക്കെ ഈ ഗുരുത്വം ഉള്ളവരായി നമ്മൾ മാറണം. അതാണ് കൃഷ്ണൻ പറയുന്നത്, ഒരാളുടെ ജീവിതം മഹത്വമുള്ളതാക്കുന്നത് ഗുരുത്വമാണ്. ഗുരുത്വമുണ്ടെങ്കിൽ ജീവിതത്തിന് മഹത്വമുണ്ട്. അപ്പം ആ ഗുരുത്വം ഉണ്ടാവലാണ് ഏറ്റവും സർവശ്രേഷ്ഠം. അതുകൊണ്ട് പറഞ്ഞു ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ഈ ശ്ലോകം നിങ്ങൾ മറക്കരുത്, ഇത് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ആരാ ഗുരു? മാതാ പിതാ ഗുരു ദൈവം. ഈ പ്രകൃതിയിൽ എല്ലാം ഗുരുക്കന്മാരാണ് വാസ്തവത്തിൽ. നാളെ 24 ഗുരുക്കന്മാരുടെ കഥ ഏകാദശ സ്കന്ധത്തിൽ ദത്താത്രേയ മഹർഷി പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പം അവിടെ എല്ലാം ആരാണ്? ഗുരുക്കന്മാരാണ്. അപ്പം എല്ലാം പഠിക്കാനുള്ള ഒരു ബുദ്ധി, കണ്ടും കേട്ടും അറിഞ്ഞ് പഠിക്കാനുള്ളൊരു ബുദ്ധി മനുഷ്യർക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു വിദ്യ എന്ന് പറയണത്. അപ്പോൾ അതിന് ധ്യാനം, ജപം ഇതൊക്കെ ശീലിക്കുമ്പോഴാണ് നമ്മളെ മനസ്സ് വളരെ ഗ്രാസ്പ് ചെയ്യുക. ചിലതൊക്കെ പറഞ്ഞ് പഠിക്കണ്ട, ചിലതെല്ലാം കണ്ടും കേട്ടും പഠിക്കുക. നിങ്ങൾ കേട്ട് കാണാം, ഒരു രാജാവിങ്ങനെ അദ്ദേഹം പണ്ടത്തെ കാലത്ത് ഈ ചൂതുകളി എന്ന് പറയുന്നത്. ഇപ്പം ചൂതുകളി പറഞ്ഞാൽ പഴയ കാലത്തുള്ള രാജാക്കന്മാരുടെ ഒരു കളിയുണ്ട്. അപ്പം അങ്ങനെ വേറെ രാജാവുമായിട്ട് കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ആള് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കളിക്കുന്നത്. അതിനെന്താ പറയുക? ചൂതല്ല, അതിന് മറ്റൊരു ചതുരംഗം. എങ്ങനെയൊക്കെയുള്ള കളി കളിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ആള് അദ്ദേഹത്തിന് തോന്നിപ്പെട്ടിരിക്കുകയാണെന്ന്. കളി തോറ്റുപോയ രാജ്യം പോലും നഷ്ടപ്പെടും. അപ്പോഴേക്കും ഭാര്യ കുഞ്ഞിനെ കൊണ്ടുവന്ന് തൊട്ടിലിട്ട് ദുന്തും 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 ആളെയും കുട്ടിയെ ഉറക്കുകയാണെന്ന് തോന്നും. പക്ഷെ രാജാവ് മലയാളി അല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം മനുഷ്യന് പെട്ട വട്ടുപിടിച്ചിരിക്കുന്ന സമയത്താണ് അവൾ കുട്ടിയെ കൊണ്ട് ഉറക്കാൻ വന്നിരിക്കുന്നത്, കലി പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ അന്നത്തെ രാജാവ് വളരെ കുറച്ചൊരു ഉപാസകനൊക്കെ ചെയ്തുകൊണ്ട് ഭാര്യ എനിക്ക് വെളിച്ചം കാണിച്ചു തരാണ്. ഒന്തണം ആരെ? ഇതിലെ ആളെ ഉന്താനാ പറയുന്നത്. അത് തിരിച്ചറിയാനുള്ളൊരു ബുദ്ധി ഉണ്ടല്ലോ, പറയാതെ അറിയാനുള്ളൊരു കഴിവ്. ഇങ്ങനെയൊക്കെ പഴയ ആളുകൾക്കുണ്ടായിരുന്ന ആ കഴിവാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് മുന്നേറാൻ സഹായിച്ചത്. ചില ആംഗ്യങ്ങളോ ചില എന്തെങ്കിലും സിഗ്നലുകൾ കണ്ട് നോക്കൂ. ഇന്നലെ രുക്മിണീ ദേവിയെ കൃഷ്ണൻ അപഹരിക്കുന്നത് ആ കണ്ണിലെ ഒരു ചെറിയ ഇളക്കാണ്.
ഇല്ലേ? അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കൃഷ്ണനുണ്ട് അന്നത്തെ കാലത്ത്. അത് സമയമായി എന്നുള്ളൊരു കാണിക്കലാണ് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ഈ തരത്തിലൊക്കെ അന്നത്തെ ആളുകൾക്ക് അറിവ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അംഗങ്ങളിലൂടെ, ചലനത്തിലൂടെയൊക്കെ അറിവ് കിട്ടുമായിരുന്നു. ഈ കഥകളിയിലുള്ള മുദ്രകളൊക്കെ അറിവുകളാണ്. ഓരോ മുദ്രകളും അറിവുകളാണ്, അറിവായിരുന്നു പകർന്നത്. ഇന്നിപ്പോൾ നമ്മൾ വായും പൊളിച്ച് നോക്കിയിരിക്കുകയാണ്. കാരണം നമുക്കതൊന്നും പറഞ്ഞാൽ മുദ്ര പോട്ടെ, മര്യാദയ്ക്ക് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. കാലം മാറിപ്പോയൊരു പോക്ക് നോക്ക് നിങ്ങൾ. മനുഷ്യൻ്റെ ആ ഒരു സൂക്ഷ്മ ബുദ്ധി വളരെ നഷ്ടപ്പെട്ടു. ടോർച്ച് മേടിച്ചുകൊണ്ട് വരുമ്പോൾ എടാ ഒന്ന് അടിച്ചു നോക്കണം എന്ന് പറഞ്ഞപ്പം അവൻ ആ ടേബിളിലിട്ടിട്ട് അടിക്കുന്നത്. അടിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ അത്ര മൂഢന്മാരുടെ ഒരു ലോകത്തിലാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്നത്. മനസ്സിലായില്ല? ഇപ്പം നിങ്ങളോടൊന്നും പറയണ്ട, ഓരോ വീട്ടിലൊക്കെ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാം സ്ത്രീ ശ്രദ്ധ കുറവ് കൊണ്ടുണ്ടാക്കുന്ന ആ മനുഷ്യൻ്റെ ഓരോരോ വെപ്രാളങ്ങളും അപകടങ്ങളും അതല്ലേ ഇപ്പം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ കൃഷ്ണൻ പറയുന്നു, ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ഒരാളുടെ ജീവിതം ധന്യമാക്കാൻ ഏതാണ് വേണ്ടത്? ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. ഇതൊക്കെ കഴിഞ്ഞ് കുശലങ്ങളൊക്കെ പറയുമ്പം സുധാമാവ് തിരിച്ചു പറയാണ്, വാസ്തവത്തിൽ അങ്ങയ്ക്ക് വല്ലതും പഠിക്കാൻ വേണ്ടിയിട്ടാണോ അവിടെ വന്നത്? അങ്ങയ്ക്ക് എന്താ അറിയില്ലാത്തതായിട്ടുള്ളത്? വെറുതെ ഞങ്ങളുടെയൊക്കെ കൂടെ കുറച്ച് ദിവസം താമസിക്കാനായി ഒരു അഭിനയമായിട്ടല്ലേ അവിടെ വന്നത് കൃഷ്ണ. കൃഷ്ണനെ സുധാമാവ് വിളിക്കുന്നത് എന്താ നോക്കൂ. ഭാഗവതത്തിലെ വരികൾ 44-ാം ശ്ലോകമൊക്കെ എടുത്തു നോക്കൂ. കിമസ്മാഭിരനിർവൃത്തം ദേവദേവ ജഗദ്ഗുരോ ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരോരഭൂത്. അങ്ങ് ഗുരുവിൻ്റെ ആ ഗുരുകുലത്തിൽ വസിച്ചത് വെറും ഒരു എന്താണ്, ഞങ്ങൾക്ക് വേണ്ടി താമസിച്ചാലേ ഏ ജഗദ്ഗുരു എന്നാണ്. ഇപ്പം കൃഷ്ണനെ സുധാമാവ് കാണുന്നതും ഒരു ഗുരുസ്ഥാനത്താണ് കാണുന്നത്. അത് കഴിഞ്ഞ് സുധാമാവിനോട് ചോദിക്കുകയാണ്, ഏയ് സുധാമാവേ, അങ്ങയുടെ വീട്ടിൽ നിന്ന് വരുമ്പം എനിക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? നോക്കണേ, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന സുധാമാവിൻ്റെ മുന്നിൽ ലേശം ബോധമുള്ള ഒരു കൈ നീട്ടുമോ? ഇപ്പം നല്ല ദരിദ്രനായിട്ടുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ ചോദിക്കുമോ? ആരെങ്കിലും ചോദിക്കുമോ? ലേശം ഒരു തൊലിക്കെട്ടി വേണമെന്ന് പറയാം. ഇവിടെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന എല്ലും തോലുമായിരിക്കുന്ന സുധാമാവിൻ്റെ മുന്നിൽ കൈ നീട്ടാൻ കൃഷ്ണന് യാതൊരു മടിയുണ്ടായില്ല. ആ ഒരു രംഗം ആലോചിച്ച് നോക്കൂ. അന്നത്തെ കാലത്ത് കൃഷ്ണൻ ഇങ്ങനെ ചോദിക്കുകയാണ്, കൈ നീട്ട്, അങ്ങയുടെ വീട്ടിൽ നിന്ന് എനിക്ക് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നിട്ട് അതിനൊരു ന്യായീകരണം ഒരിതും കൂടി പറയുന്നുണ്ട്, വലുതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന്, ചെറുതായാലും കുഴപ്പമൊന്നുമില്ല എന്ന്. അതിനുവേണ്ടി പറയുന്ന ശ്ലോകമാണ്, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിയുപകൃതം അസ്നാമി പ്രേതാത്മന. ചെറുതായിട്ട് എന്തായാലും തന്നാൽ മതി, പത്രം തന്നാൽ മതി. ഈ മലയാളി ചിലപ്പോൾ മൂഢനും ആട്ടോ. ഒരു വീട്ടിൽ രാവിലെ തന്നെ ഭർത്താവ് എണീറ്റ് കഴിഞ്ഞാൽ മനോരമ പേപ്പറാണ് വീട്ടിൽ വരുന്നത്, അത് പൂജാമുറി കൊണ്ടുവയ്ക്കും. ഭാര്യ ചോദിച്ചു, നിങ്ങളെന്ത് മൂഢത്തര കാണിക്കുന്നത്? ആരാ മനോരമ? അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു മന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ, ഭഗവാന് അതായാലും മതിയെന്ന്. ഇത് ഈ വിഷ്ണു സഹസ്രനാമത്തിൽ ഇങ്ങനെയൊരു ശ്ലോകമുണ്ട്. ഈ മൂഢൻ മനസ്സിലാക്കിയത് നോക്ക് നിങ്ങൾ. അവിടെ ഒരു മന്ത്രമുണ്ട്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേന്ന്. സഹസ്രനാമതുല്യം രാമനാമം. ഈ പൊട്ട വിചാരിച്ചിരിക്കണം എന്താണ്, നാമം ചൊല്ലുന്നതിന് പകരം ഈ മനോരമ കൊണ്ടുവച്ചാൽ മതി എന്നാണ്. ഇവന് വല്ല അറിയോ വിവരം? ഇവിടെ ഈ മനോരമയെ എന്ന് പറയുന്നത് പരമശിവൻ ആരെ വിളിക്കുക? പാർവതിയെ വിളിച്ച പേരാ, അല്ലാതെ മറ്റേ മാമൻ മാത്യുവിൻ്റെ മാപ്പിളയുടെ പത്രത്തിനെ വിളിച്ച പേരല്ലത്. മനസ്സിലായില്ലേ? രമേ രാമേ മനോരമേ എന്ന് സ്നേഹത്തിൽ വിളിച്ചാണ്. അപ്പോൾ എന്ന് പറഞ്ഞ് പത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന ന്യൂസ് പേപ്പറാണോ? അങ്ങനെ അർത്ഥം എടുക്കരുത്. ഭഗവാൻ ഒരു ഇലയായാലും മതി. അപ്പം എന്താ ഈ തുളസി ഇലയൊക്കെ അങ്ങനെ ഭഗവാൻ പറയാൻ കാരണം? ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്നുള്ളത് സത്യത്തിൽ ഈ കുട്ടികളെ കണ്ടല്ലോ, രാവിലെ നമുക്ക് ആ സംസ്കാരമൊക്കെ നീ തിരിച്ചു കൊണ്ടുവരണം.
വീടുകളിലൊക്കെ ഒരു തുളസിത്തറ, അല്ലെങ്കിൽ തുളസിത്തറയൊന്നും ഇനി ഉണ്ടാവില്ല, നമ്മളേ തറകളായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് തറ വയ്ക്കാനാണെന്ന്? കാരണം ഇനിയിപ്പോൾ കാറ് വളയ്ക്കാനും കാറ് തിരിക്കാനൊന്നും തറ വെച്ചാൽ പറ്റില്ല. കാറാണ് ഇപ്പോൾ ഏറ്റവും വലിയ സൗകര്യം. പുറത്ത് കാറും അകത്ത് അഹങ്കാരം, 2 കാറായിട്ടാണ് നടക്കണം ഇപ്പം നമ്മൾ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് തറയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചട്ടിയിൽ വെക്കാലോ, അല്ലേ? ഇപ്പം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അതിനൊക്കെ വെള്ളം ഒഴിപ്പിച്ച് ശീലം ഉണ്ടാക്കണം. കാരണം ഈ തുളസി ചെടിയിൽ നിന്ന് കിട്ടുന്ന ഓക്സിജനൊക്കെ നമ്മളിൽ ഇമ്മ്യൂണിറ്റി വളരെയധികം വർദ്ധിപ്പിക്കും. തുളസിക്ക് അത്രയും പവറാണ്, മനസ്സിലായില്ലേ? നമ്മുടെ ഇപ്പോഴത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സെക്രട്ടറിക്ക് അദ്ദേഹത്തിന് ഗുൾട്ടർ, അങ്ങനെന്താണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി സാർ പേരിട്ടത് തുളസി എന്നാണ്. അദ്ദേഹത്തിന് ഒരു തുളസിയാണ് കൊടുത്തത്. എന്നിട്ട് ആ തുളസിയുടെ മഹത്വമൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം തുളസി ഇവിടുന്ന് കൊണ്ടുപോയി, കുറേ വിത്തൊക്കെ കൊണ്ടുപോയി അങ്ങോട്ട്. അപ്പോൾ ഈ തുളസിക്ക് അത്രയും പ്രാധാന്യം. കാനഡയിലെ വാൻകൂവർ എന്ന് പറയുന്നൊരു സ്ഥലം, കാനഡ എന്ന് പറഞ്ഞാൽ പൊതുവെ തണുപ്പാണ്, അത് ബ്രിട്ടീഷ് കൊളംബിയയിൽ. അവിടെ ഒരു മലയാളി ഡോക്ടർ, അദ്ദേഹം തൃശ്ശൂർക്കാരനായിരുന്നു, പക്ഷേ ഇവിടുത്തുകാരനായിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് അവിടെ പഠിച്ച് അവിടുത്തെ കാര്യ കല്യാണമൊക്കെ കഴിച്ച് അദ്ദേഹം ഒരു സുന്ദരമായ തുളസി വനമുണ്ടാക്കി, വൃന്ദാവനം. എന്നിട്ട് അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിച്ച് എത്ര ആളുകൾ അത് കാണാൻ വരിക അറിയോ, അതിനെ പ്രദക്ഷിണം വയ്ക്കാനായിട്ട്. അപ്പോൾ അത്ര അതിന് മുകളിൽ ഷീറ്റൊക്കെ കെട്ടി, തണുപ്പ് വന്നാൽ അതിന് ചൂട് കൊടുത്തും, ഓവർ ചൂട് കാലത്ത് അതിനെ ചൂട് കൊള്ളാതെ നശിക്കാതിരിക്കാനൊക്കെ ഉള്ള പ്രൊട്ടക്ഷനൊക്കെ ചെയ്തിട്ട് ഒരു തുളസി കാട് തന്നെ അദ്ദേഹം അവിടെ സൃഷ്ടിച്ചു. മേ ബി ഒരു 1/2 ഏക്കറോളം സ്ഥലത്ത് ഒരു നല്ല സുന്ദരമായ ഒരു സ്ഥലം. അപ്പോൾ ആ സംസ്കാരത്തോട് ജനങ്ങൾക്ക് ഭയങ്കര ഒരു ആദരവും ബഹുമാനവും. ഇപ്പം ഞാനിത് പറയാൻ കാരണം വെച്ചാൽ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ എന്തുണ്ടാവും? ഈ തുളസിയിൽ നിന്ന് വരുന്ന ഓക്സിജൻ അത്രയും പ്യുവറാണത്. അതുകൊണ്ടാണ് ഒരു തുളസി ഇലയ്ക്ക് തുല്യമാണ് കൃഷ്ണൻ. നിങ്ങൾക്ക് ആ കഥ അറിയാലോ. കൃഷ്ണനെ സത്യഭാമാദേവി എന്ത് ചെയ്തു? തുലാഭാരം തൂക്കുന്ന സമയത്ത് എത്ര സ്വർണ്ണം ഇട്ടാലും ആ തുലാഭാരത്തിൽ കൃഷ്ണൻ താഴ്ന്നിരിക്കുകയാണ്. തുലാഭാര തട്ട് താഴണ്ടേ, കൃഷ്ണൻ പൊങ്ങണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഈ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ തുലാഭാരം ഉണ്ടാവും. പണ്ടൊരു തുലാഭാരം നടത്തുകയാണ്. ഒരു മെലിഞ്ഞ മനുഷ്യനെ തുലാഭാരം തൂക്കുകയാണ്. ഇവർ പഞ്ചസാര ഇട്ട് അയാൾക്ക് ആകെ 25 കിലോ വേണ്ടു. 40 ഇട്ടിട്ടും അയാൾക്ക് ഒരു കുലുക്കല്ല, 50 വെച്ചിട്ടും കുലുക്കല്ല, 70 വെച്ചിട്ടും കുലുക്കല്ല. പിന്നെയാണ് മനസ്സിലായത് ഈ കണ്ണി കുരുങ്ങി കിടക്കുകയാണെന്ന്. ആ കണ്ണി ശരിയാക്കിയപ്പോൾ പിന്നെ ഞാൻ പറയേണ്ടത് എന്താ ഉണ്ടാവുക എന്നുള്ളത്, ഇയാളെങ്ങോട്ടാ പോയിട്ടുണ്ടാവുക എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇത്രയും സ്വർണം വെച്ചിട്ട് ഒരു ഇളക്കുണ്ടായില്ല. അവസാനം അതെല്ലാം അങ്ങോട്ട് മാറ്റി അവിടെ ഒരു ഇല രുക്മിണീദേവി വെച്ചപ്പോഴാണ് കൃഷ്ണൻ്റെ ഭാരവും ഈ തുളസിയും ഒന്നായത്. അതായത് ഭഗവാന് തുല്യമായിട്ടുള്ള നമുക്ക് ജീവനം തരാൻ സാധിക്കുന്ന അത്ഭുതകരമായ ചെടിയാണ് ഇത് തുളസി. അപ്പോൾ ആ തുളസിക്ക് നമ്മുടെ വീട്ടിലെ ഒരു ചട്ടിയിലൊക്കെ വെച്ച് അതിനെ ഒന്ന് പ്രദക്ഷിണം വെച്ച് ആ സംസ്കാരം നമുക്ക് ക്രമേണ കൊണ്ടുവരണം. കുട്ടികൾക്കും തുളസിയുമായിട്ടുള്ളൊരു ബന്ധം എന്താണെന്ന് വെച്ചാൽ വീടിനകത്ത് നിങ്ങൾക്കതൊക്കെ മനസ്സിലാവുണ്ടോ അറിയില്ല, എല്ലാ ജനവാതിലും കുട്ടി അടച്ച് ഉള്ള ഗ്യാസും കത്തിച്ചു കഴിഞ്ഞാൽ വീടിനകത്തുള്ള ഓക്സിജൻ്റെ അളവ് വളരെ കുറയും. അപ്പം ബ്ലഡിലേക്ക് കണ്ടമാനം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ അതിന് പ്രതിരോധ ശക്തി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്ന പുതിയ സെല്ലുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഇൻഫെക്ഷൻ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഫെക്റ്റഡ് സെല്ലാണ് പിന്നെ ഇൻഫെക്ഷ്യസായി സ്പ്രെഡ് ചെയ്ത് ക്രമേണ ക്യാൻസറസ് സെല്ലുകളായി മാറുന്നത്. അപ്പം ഇതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ബ്ലഡിൽ വേണ്ടത്ര എന്ത് വേണം? ഓക്സിജൻ്റെ അളവുണ്ടാവണം. അത് തുളസി എന്ന് പറയുന്ന ഈ ചെടിയിലൂടെ നമുക്ക് കിട്ടും എന്നതുകൊണ്ടാണ് പണ്ടുള്ളവർ വീടിൻ്റെ മുന്നിൽ ഒരു തറയുണ്ടാക്കി അതിലെന്ത് വെച്ചത്? പക്ഷേ നമ്മൾ കാറ് മേടിച്ചപ്പോൾ അതെടുത്ത് കളഞ്ഞു. ഇപ്പം നമുക്ക് തുളസി എന്നൊക്കെ പറയുന്നത് ഇന്ന് വീടുകളിലൊക്കെ അന്യമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് എന്ത് തുളസി? ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനോടൊരു സമ്പർക്കം പുലർത്തുന്നവർ വളരെ മുതിർന്നവർ വേണം ഈ തുളസിക്ക് അടുത്ത് പോയി
അതിന് ഒരു എന്താ പറയുക, വെള്ളം ഒഴിക്കാനും കുട്ടികളെ ഒന്ന് അതിന് ചുറ്റും ഒരു പ്രദക്ഷിണം വെക്കാനൊക്കെ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കണം. നിൽക്കട്ടെ. അപ്പോൾ പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിഭൃതം അസ്നാമി പ്രയതാത്മന. ഇതൊക്കെ വളരെ ശരിക്കും ശാസ്ത്രീയമായിട്ട് പഠിക്കാനുണ്ട്. ഈ പുഷ്പം, ഭഗവാന് വേണ്ടുന്ന പുഷ്പങ്ങൾ എന്താണ്, ഇതെല്ലാം ഇന്ന് നമുക്ക് ഒരു ബോധം ഉണ്ടാവണം. നിങ്ങൾ അടുത്ത കാലത്തെങ്ങാനും വായിച്ചു വരില്ലേ, ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഉപയോഗിക്കുന്ന പൂക്കൾ വളരെ വിഷാംശമുള്ളതാണെന്നുള്ള ഒരു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കളൊക്കെ വായിച്ചിരുന്നോ പത്രത്തിൽ? വലിയ അപകടം. അതൊക്കെ മണത്ത് കഴിഞ്ഞാൽ തന്നെ കെമിക്കലാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് വീടുകളിൽ തന്നെ ഒരു കാലത്തൊക്കെ വീടുകളിൽ നിന്നായിരുന്നു ഇവിടെ പൂക്കൾ കൊണ്ടുവന്നിരുന്നത്. പക്ഷെ പിൽക്കാലത്ത് ആ സംസ്കാരങ്ങളൊക്കെ മാറി. മനസ്സിലായില്ലേ? ഇതെല്ലാം ഇപ്പോൾ തമിഴ്നാട്ടുകാർ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണിപ്പം. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ തുളസി തന്നെ എത്ര സത്യമാണ്, നല്ലതാണെന്നുള്ളത് ഒരു പിടിയില്ല. മനസ്സിലായില്ലേ? കാലം മാറിയപ്പോൾ എല്ലാം മാറി. അവിടെ പൂജ ചെയ്യുന്ന പൂജാരിമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേവസ്വം കൊടുക്കുന്നതല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര വളരെ ഒരു അപകടകരമായ കാര്യമാണ് നമ്മുടെ ഹിന്ദു സംസ്കാരം. അപ്പം വിഷയത്തിൽ നിന്ന് പോകേണ്ട എന്തായാലും പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിഭൃതം അസ്നാമി പ്രയതാത്മന. ഭഗവാന് എന്തെങ്കിലും ഒരു നിസ്സാരമായ സാധനം, പക്ഷെ എങ്ങനെ കൊടുക്കണം? ഭക്തിയാ. എങ്ങനെ കൊടുക്കണം? ആ ഭക്തിയോടുകൂടി കൊടുക്കാൻ സാധിക്കും. ഈ ഭക്തി എന്നുള്ള വാക്കുണ്ടല്ലോ, സത്യത്തിൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത് നമ്മുടെ വിചാരം ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ്. ഭക്തി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് പൂർണ്ണമായി അർപ്പിച്ചു കഴിഞ്ഞാൽ ആ ചെയ്യുന്നത് അത്രയും ഭംഗിയാവും. നിങ്ങൾ പുരി ജഗന്നാഥിൽ പോയിട്ടുണ്ടോ? ആരെങ്കിലും ഇവിടെ ഉള്ളവരാരെങ്കിലും പോയിട്ടുണ്ടോ? അപ്പം അവിടെ ഭഗവാൻ ഭോഗ് പ്രധാൻ എന്ന് പറയും. അതായത് ഭഗവാൻ ഭക്ഷണത്തിൻ്റെ പ്രിയനാണ്. നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ കാണാത്തൊരു പ്രതിഷ്ഠയാണ് അവിടെ കൃഷ്ണന് കൂടെ ബലരാമസ്വാമി ഉണ്ട്. കൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയുടെ പ്രതിഷ്ഠയുള്ള ഒരു സ്ഥലമാണ് ഏത്? പുരി ജഗന്നാഥ്. ആർക്കെയും അറിയോ? അത് അറിയില്ല. അപ്പോൾ അവിടെ പുരി ജഗന്നാഥിൽ ഭഗവാന് ഭക്ഷണം. അപ്പോൾ അവിടെ ഈ ഭക്ഷണം വയ്ക്കുന്ന അവിടുത്തെ അടുപ്പുണ്ട്. അതൊരു ഗംഭീര സംഭവമാണത്. ഒരു അറ്റ് എ ടൈം എനിക്ക് തോന്നുന്ന 400-500 അടുപ്പുകളുണ്ട്. ഈ അടുപ്പിലാണ് അവിടുത്തെ പൂജാരിമാർ ഭക്ഷണം ഉണ്ടാക്കുക. അപ്പം ഏത് ഭക്തൻ അവിടെ വന്നാലും അവർക്കിപ്പം ഭഗവാൻ എന്തെങ്കിലും കൊടുക്കണം, ഭോഗ് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അവിടെ ഫ്രഷായിട്ട് സാധാരണ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. രാവിലെ മലർ നിവേദിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ പായസം അത് ഇതെന്നൊക്കെ അത് പണ്ടേ ഫിക്സഡായിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഇവിടെ അതല്ല. ഇവിടെ ഭക്തന്മാരെന്ത് സങ്കല്പിക്കുന്നു അതാണ് ആർക്ക് കൊടുക്കുക? ഭഗവാന്. ഇപ്പം പലരും വിചാരിക്കും എനിക്കൊരു 5 ഐറ്റം ഭഗവാന് കൊടുക്കണമെന്ന്. അതായത് ചോറ്, ഒരു കറി, ഡാള്, ഒരു സബ്ജി, പിന്നെ നമ്മൾ പറയില്ലേ ഒരു വെഴുക്ക് പുരട്ടി, അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഒരു ഖീർ എന്ന് പറയും, പായസം. ഇവരെങ്ങനെയത് ഉണ്ടാക്കുക അറിയോ? ഒരു അരിയൊക്കെ കൂടെ ഒരു പാത്രത്തിൽ കഴുകിയിട്ട് വെള്ളത്തിലിടും, പച്ചക്കറി എല്ലാം കൂടി നുറുക്കി, ഡാള്, അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ എന്താ ഉണ്ടാക്കണോ അതൊക്കെ ഉണ്ടാക്കാൻ പുതിയ മൺപാത്രത്തിൽ അതിൽ വെച്ച് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് അതിലെല്ലാം മസാലയൊക്കെ ഇട്ട് പഞ്ചസാരയും പാലും ഒക്കെ ഒഴിച്ച് ഖീറുണ്ടാക്കാൻ അരിയൊക്കെ ഇട്ടിട്ട് ഒന്നിച്ചങ്ങോട്ട് ഇടുമെല്ലാം. എന്നിട്ട് ഇത് അടിയിൽ അങ്ങോട്ട് തീ കൊളുത്തി ടേസ്റ്റ് നോക്കാൻ പറ്റില്ലല്ലോ, കാരണം ഭഗവാനുള്ളതല്ലേ. പായസത്തിൻ്റെ കാര്യം, പായസം വെന്ത് കഴിഞ്ഞാൽ പാലൊഴിക്കും, അല്ലെങ്കിൽ അത് തിളച്ചു പോകുമല്ലോ. ഒരൊറ്റ അടുപ്പിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് അങ്ങനെ അവർ പാകപ്പെടുത്തും. ആ ഒരു സമ്പ്രദായം കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ മുകളിലത്തത് ആദ്യം വെന്തിട്ടുണ്ടാവും, പിന്നെ താഴത്ത് ഒരു മഹാത്ഭുതമാണത്. ഇത് പുരി ജഗന്നാഥിൽ. ആർക്കെങ്കിലും അറിയോ ഇത്? എത്ര പേര് കണ്ടിട്ടുണ്ടത്? അവിടെ പോയി കാണേണ്ടതാണ് ഈ സമ്പ്രദായം, പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഒരു സമ്പ്രദായം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ആ ഭക്തിയാ പ്രയച്ഛതി. എങ്ങനെയാണ്? ആ ഭക്തിയോടുകൂടി സമർപ്പിക്കുമ്പം അത് വളരെ ടേസ്റ്റി ആയിട്ട് മാറും. ഇപ്പം നിങ്ങൾ തന്നെ ഭക്ഷണം വയ്ക്കുമ്പോൾ നോക്കിക്കോളൂ, വയ്ക്കുന്ന സമയത്ത് മനസ്സിൽ വേണ്ടാത്ത ഒരു ചിന്തയില്ല, മനസ്സ് സ്വസ്ഥാണെങ്കിൽ ഇടുന്ന മസാലയൊക്കെ കറക്റ്റായിരിക്കും, അതിൻ്റെ ടേസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ആണോ? എന്നാൽ നിങ്ങൾ എന്നിട്ട് എന്തായി അങ്ങനെ കുക്ക് ചെയ്ത് നോക്കും നിങ്ങൾ, ആ ഭക്ഷണം കൊളായിട്ടുണ്ടാവും. കാരണം നിങ്ങളുടെ ശ്രദ്ധ എവിടെയൊക്കെയോ പോയി, നിങ്ങൾ ആരോടൊക്കെയോ വർത്തമാനം പറഞ്ഞ് അവൾക്കത് കിട്ടുക തന്നെ വേണമെന്ന്. ഇവിടെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സാമ്പാർ കൊളായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ആർക്കോ കിട്ടണമെന്ന് വെച്ചിട്ട് ആ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഈ തരത്തിൽ മനുഷ്യ മനസ്സ് സ്വസ്ഥമാണെങ്കിൽ ഏത് കാര്യവും ഭംഗിയാവും. ഇതൊക്കെ കേട്ട് സുദാമാവിൻ്റെ കയ്യിൽ അവിൽക്കിഴിയുണ്ട്. ആ അവിൽക്കിഴി കയ്യിൽ വെച്ച സുദാമാവ് കൃഷ്ണൻ, തരൂ സുദാമാവെ, എന്താ കൊണ്ടുവന്നത്, അതെനിക്ക് തന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ നീട്ടി, എന്ത് കൊണ്ടുവന്നാലും എനിക്കത് പ്രീതിയോടുകൂടി തരികയാണെങ്കിൽ എനിക്കത് തൃപ്തിയാവും എന്ന് പറഞ്ഞിങ്ങനെ കൈ നീട്ടിയപ്പോൾ സുദാമാവ് അവിൽക്കിഴി നേരെ പുറകിലോട്ട് വെച്ച് കളഞ്ഞു, കൊടുത്തില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കൃഷ്ണൻ ചോദിച്ചിട്ടും കൊടുക്കാത്ത ഒരാൾ ആരേ ഉണ്ടാവുള്ളൂ. സാധാരണ നമ്മളൊക്കെ ഇപ്പോൾ ഒരു വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടത്തേക്ക് എന്തെങ്കിലും ഒരു പലഹാരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന ഉടനെ തന്നെ നമ്മൾ കൊടുക്കും. കാരണം അതന്നെയായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കാപ്പിയുടെ കൂടെ തരുന്നത്, അത് വേറെ കാര്യം. എന്നാലും അത് അങ്ങോട്ട് കൊടുക്കും നമ്മൾ, ഇല്ലേ? അവർ ചോദിക്കാനാണ് വരിക. അല്ല, എന്നാലും അമ്മായി വീട്ടിൽ നിന്ന് വരുമ്പോൾ വല്ലതും കൊണ്ടുവന്നു ചോദിക്കാൻ ഇടവരുത്തില്ല, നമ്മൾ കൊടുക്കും അത്. അപ്പം ഇവിടെ ചോദിച്ചിട്ടും കൊടുക്കാത്ത ആളായിരുന്നു ആര്? സുദാമാവ്. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? കൃഷ്ണൻ ചോദിച്ചാൽ കൊടുക്കണ്ടേ? വേണോ വേണ്ടയോ? എന്താ കൃഷ്ണൻ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നത്? ഇതാരെങ്കിലുമൊക്കെ ചിന്തിക്കാറുണ്ടോ? ഇതിലാണ് പലരും കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് പറയുക. അതായത് പണ്ട് രണ്ടുപേരും വിറകുടിക്കാൻ പോയപ്പം കൃഷ്ണന് ഒരു കയ്യിൽ കൊടുത്തു എന്നും എന്നിട്ട് കൃഷ്ണന് കൊടുക്കാതെ, അങ്ങനെയൊക്കെയുള്ള കഥകൾ വാസ്തവത്തിൽ ഭാഗവതത്തിൽ അങ്ങനെ കഥയില്ല കേട്ടോ, അത് വേറെ എവിടുന്നോ വന്ന. ഇവിടെ എന്തായിരിക്കും സുദാമാവ് കൊടുക്കാതിരുന്നത്? ഈ സുദാമാവ് എന്താണ് കൊടുക്കാതിരുന്നത് എന്നത് അറിയോ? എന്താ കാരണം? ഇവിടെ 6-ാമത്തെ ശ്ലോകം അടിവരട്ടേക്ക്, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സർവഭൂതാത്മ സാക്ഷാൽ തസ്യാഗമന കാരണം ചിന്തയെന്ന. ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് ഈ സുദാമാവ് ഇങ്ങോട്ട് വന്നത്? ശ്രീകാമോമാ എന്നാണ്. ശ്രീ സമ്പത്ത്, കാമോ എന്നിൽ നിന്നും ആഗ്രഹിച്ചിട്ട്, മാ അല്ല, സുദാമാവ് എന്നിൽ നിന്ന് യാതൊരു സമ്പത്തും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടിയിട്ടല്ല, യാചനയോടുകൂടിയിട്ടല്ല, പ്രതീക്ഷയോടുകൂടിയിട്ടല്ല ആര് പോയത്? അങ്ങനെ അമ്പലത്തിൽ പോകുന്നവരുണ്ടോ? കേട്ടില്ലേ നിങ്ങൾ? ഒരു പ്രാർത്ഥനയോടുകൂടിയിട്ടല്ല, യാചനയോടുകൂടിയിട്ടല്ല, എന്തെങ്കിലും കിട്ടണം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ടല്ല ആര് പോയത്? സുദാമ. അങ്ങനെ അമ്പലത്തിൽ പോകുന്നവരുണ്ടോ ഇവിടെ? എത്ര പേര് അങ്ങനെ അമ്പലത്തിൽ പോകുന്നവരുണ്ട്? നന്നായി, നല്ലതാണത്. അല്ല, അതാണ് ഒരു സംസ്കാരം നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. ഇവിടെ സുദാമാവ് തന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം പിന്നെ ഈ അവിലെന്താ കൊടുക്കാത്തതിന് കാരണം സുദാമാവിൻ്റെ മനസ്സ് പറയുന്നുണ്ടാവും, ഞാൻ ഈ കിഴി അവൽ കൃഷ്ണന് കൊടുത്താൽ കൃഷ്ണനും ഇതുപോലെ ഒരു കിഴി എനിക്ക് തരുമ്പോൾ ഞാനും വേടിക്കണ്ടേ? എനിക്ക് കൃഷ്ണനിൽ നിന്ന് യാതൊന്നും വേണ്ട. അപ്പോൾ കൃഷ്ണനിൽ നിന്നൊന്നും വേണ്ട, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ട് കൊടുക്കും? എനിക്ക് വല്ലതും വേണോ? ഒന്നും വേണ്ട. അപ്പം സുദാമാവ് തന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ എന്തിനാ വന്നത്? അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പ്രേരണ കൊണ്ടാണ്. എന്നാൽ പത്നിക്ക് ഞാൻ വലിയ സമ്പദ് സമൃദ്ധി കൊടുത്ത് അനുഗ്രഹിക്കാം എന്ന് തീരുമാനിച്ചു. നോക്കൂ, ഭഗവാൻ എന്താണ് ആ അവിൽക്കിഴി തട്ടി എടുക്കുന്നതിന് മുമ്പ് തീരുമാനിക്കുന്നത്? പത്ന്യാ പതിവ്രതായസ്തു സഖാപ്രിയ ചികിത്സയ. എൻ്റെ സഖാവിൻ്റെ പ്രിയൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പം അവർക്ക് സമ്പദോ അമർത്യദുർലഭ, അവർക്ക് ഞാൻ സമ്പത്ത് കൊടുക്കണം, കാരണം ഇദ്ദേഹത്തിനെ നോക്കുന്നത് അവരാണ്. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഇത്തം വിചിന്യ വസനാൽ ക്ഷീരപത്താൽ ദ്വിജന്മന സ്വയം ജഹാര. കൃഷ്ണന് പതിവുള്ളൊരു കാര്യമാണ്. എന്ത്? ഒന്നും ചോദിച്ചെടുത്തുള്ള സംഭവമൊന്നുമില്ല, എല്ലാം തട്ടിയെടുത്തും തട്ടിപ്പറിച്ചൊക്കെ എടുത്ത ആളാണ്. രുക്മിണി ദേവിയെ തട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴിതാ അവിൽക്കിഴി തട്ടിയെടുത്തുകൊണ്ട് തട്ടിപ്പറച്ചെടുത്തിട്ട് ഭഗവാൻ അങ്ങനെ തട്ടിപ്പറച്ചെടുത്തു. എന്നിട്ട് ആ കിഴിയൊക്കെ തുറന്ന് ഒരു പിടി അവിലെടുത്ത് വായിലിട്ടിട്ട് പറയാണ്, നന്വേതതുപനീതമ്മേ പരമപ്രീണനം സഖേന. ഓ, എന്താ ഒരു രുചി സുദാമാവേ! കക്ഷത്ത് വെച്ചുകൊണ്ടാണോ?
ഛേ, ആയിരിക്കുമോ? കഷത്ത് വെച്ചുകൊണ്ടായിരിക്കുമോ? അല്ല, എന്തൊരു രുചിയാണ് തർപ്പയന്ത്യങ്ങമാം വീര, എന്താ ഒരു സുഖം, ഒരു രസം, ഒരു രുചി എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ രണ്ടാമത്തെ പിടിയെടുത്ത് വായിലേക്ക് അങ്ങോട്ട് ഇടാൻ നേരത്താണ് രുക്മിണീ ദേവി കൈ പിടിക്കുന്നത്. അതിപ്പോൾ കഥകളിയിൽ അഭിനയിക്കുന്നവർക്ക് അറിയോ എന്തിനാ പിടിച്ചതെന്ന് അറിയോ? എനിക്കറിയില്ല. എന്തിനാണ് രുക്മിണീ ദേവി പിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, രുക്മിണീ ദേവിക്ക് കൃഷ്ണൻ്റെ മനസ്സ് മനസ്സിലായി. ഇവിടെ ഒരു പിടി അവല് വായിലിടുമ്പോഴേക്കും അവിടെ വീട് പൊളിച്ച് റീകൺസ്ട്രക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ പില്ലർ കയറി, കോളം വാർത്ത്, പ്ലാസ്റ്ററിങ് കഴിഞ്ഞ്, വീടിൻ്റെ എല്ലാ ഫർണിച്ചറൊക്കെ കഴിഞ്ഞ് ഒരു ഒറ്റ പിടി കൊണ്ട് വീട് പണി പൂർത്തിയാക്കി. കോൺട്രാക്ടറിന് പൈസ വരെ കൊടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ പിടി അവലിൽ ഭഗവാൻ രുക്മിണീ ദേവിയോട് പോലും പറയാണ്, കുറച്ച് നാൾ അവിടെ പോയി സേവനം ചെയ്യ്, പണിയെടുക്ക്. അപ്പോൾ ഇവിടെ നിന്നൊരു ട്രാൻസ്ഫർ ഓർഡർ ആർക്ക്? രുക്മിണീ ദേവിക്ക്. അതിന് പോലും ഭഗവാൻ മടി കാണിച്ചില്ല എന്നാണ്. ആ സമയത്താണ് രുക്മിണീ ദേവി, എന്നെ ട്രാൻസ്ഫർ ചെയ്യണ്ട, ഞാനിവിടെ തന്നെ ഇരുന്നോളാം, എന്നെ വിടല്ലേ കൃഷ്ണ. ആ ഒരു പിടിയിൽ കൃഷ്ണൻ തന്നെ പോലും വിടുമോ എന്നൊരു പേടി അതിൽ ഭഗവാനെ പിടിച്ചു വെച്ചു. ഭഗവാൻ പിന്നെ സുധാമാവനോട് കുശലങ്ങളൊക്കെ പറഞ്ഞ് അന്നത്തെ രാത്രി അവിടെ കൂടി. പിറ്റേ ദിവസം ഒരു മര്യാദല്ലേ, ഒന്ന് ടാറ്റാ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് പോവുക. അപ്പോൾ ഭഗവാനെ കൃഷ്ണ ശരി കാണാം. സുധാമാവ് പിറ്റേ ദിവസം കൃഷ്ണൻ എണീക്കുന്നതിന് മുമ്പ് എണീറ്റ് തൻ്റെ നിത്യകാര്യങ്ങളൊക്കെ ചെയ്ത് അവിടുന്ന് ഇറങ്ങിപ്പുറപ്പെട്ടു. സുധാമാവ് കൃഷ്ണനോട് യാത്ര പോലും പറയാൻ കാത്തുന്നില്ല. കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും സുധാമാവ് അത്ര ഏർലി മോർണിംഗ് പുറപ്പെട്ടത്? അപ്പോഴും സുധാമാവിനൊരു വിചാരമുണ്ട്, എന്തെങ്കിലുമൊക്കെ എനിക്ക് തന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുമെന്ന്. കൃഷ്ണനിൽ നിന്ന് ഒന്നും വേണ്ട. എന്നിട്ട് പുറത്ത് വന്നിട്ട് ആ സുധാമാവ് പറയുന്ന ഒരു വരി നോക്കൂ നിങ്ങൾ. 20-ാം ശ്ലോകത്തിൽ 80-ാമത്തേതിൽ പറയണു, അതനോയം ധനം പ്രാപ്യ മാദ്യന്നുച്ചൈതമം സ്മരേ ഇതി കാരുണികോ നൂനം ധനം മേ അപൂരിനാഥതൽ. ധനമില്ലാത്ത എനിക്ക് അധനോയം ധനം പ്രാപ്യ, എനിക്ക് ധനം തന്നാൽ ഞാൻ ഭഗവാനെയെല്ലാം, അല്ലെങ്കിൽ എൻ്റെ അനുഷ്ഠാനമെല്ലാം, അല്ലെങ്കിൽ എൻ്റെ നാമസ്മരണമെല്ലാം ഞാൻ മറക്കൂ എന്ന് കരുതി, എൻ്റെ അനുഷ്ഠാനത്തിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് കരുതി എന്നോടുള്ള കാരുണ്യം കൊണ്ട് കൃഷ്ണൻ എനിക്കൊന്നും തന്നില്ല എന്ന്. ഒന്നും തരാത്തത് കൃഷ്ണൻ്റെ ഒരു ഒന്നും തരാത്തത് കൃഷ്ണൻ്റെ ഒരു കാരുണ്യം. ഇത് നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ എളുപ്പത്തിലൊന്നും വരില്ല അത്. കാരണം നമുക്കൊക്കെ പലതും കിട്ടിയാലേ കാരുണ്യം തോന്നുള്ളൂ. ഓ, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇതൊക്കെ നടക്കണു എന്ന് പറയും. ആണോ? പലരും അങ്ങനെയല്ല പറയുക. ഇങ്ങനെ മകൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു പോകും, ഭഗവാന്റെ കാരുണ്യം കൊണ്ടൊക്കെ നന്നായി ഗംഭീരായി. ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കൂ, എന്നാലും ഭഗവാൻ ഇങ്ങനെയൊരു കാരുണ്യം കാണിക്കുന്ന ഞാൻ വിചാരിച്ചില്ല എന്ന്. കാരണം ആ മരുമകൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ കാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നാൽ അത് കാരുണ്യമാണ്. ഇവിടെ സുധാമാവാണെങ്കിലോ ഒന്നും തരാത്തത് ഭഗവാന്റെ ഒരു കാരുണ്യം. അത് എളുപ്പമാണോ സാധാരണക്കാർക്ക്? ഇതൊരു സാധാരണ മനുഷ്യർക്ക് എളുപ്പമാണോ? ഒരുപക്ഷെ സുധാമാവ് ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നു വിചാരിക്കുക. നിങ്ങളന്ന് ദ്വാരകയിലുണ്ടെന്ന് വിചാരിക്കുക. ആ സുധാമാവ് പുറത്തു വരുമ്പോൾ നിങ്ങൾ സുധാമാവിനെ കണ്ടാൽ എന്താ ചോദിക്കുക? എന്തൊക്കെയാ സുധാമാവെ കൃഷ്ണനെ കണ്ടിട്ട് എന്താ തന്നത് എന്ന്. അതാണ് നമ്മളെ സ്വഭാവം എന്നുള്ളത്. കാരണം നമുക്ക് ആ ലെവലേ അറിയുള്ളൂ. സുധാമാവിൻ്റെ ആ തലം നമുക്ക് അറിയില്ല. സുധാമാവ് അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുമ്പം, ഇന്നത്തെ ആണുങ്ങളാണെങ്കിൽ ഒന്നും കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് മേടിക്കാതെ തിരിച്ച് സ്വന്തം വീട്ടിൽ പോവോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സ്വന്തം വീട്ടിൽ പോവോ? കാരണം എന്താ, അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്തുകൊണ്ട് വീട്ടിൽ പോവില്ല? മിക്കവാറും ഭാര്യ ചൂലെടുത്ത്
അല്ലേ, ഓടിച്ചിട്ടുണ്ടാവും മനുഷ്യരെ. കയ്യും വീശി വന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലേ, ആട്ടുകൊടന്ന്. അതുകൊണ്ട് ഭാര്യയെ പേടിച്ച് മിക്കവാറും കാശിക്ക് പോയിണ്ടാവും. ഇനി ആ വീട്ടിലേക്ക് ഒരിക്കലും, രാമായണത്തിലൊരു വരിയുണ്ടല്ലോ, അവളെ പേടിച്ചാരും ആ വഴി നടപ്പില്ല എന്ന്. സുധാമാവിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം ഭാര്യ അദ്ദേഹത്തിൻ്റെ ആ ഒരു രണ്ടുപേരെ ട്യൂണിങ് ഉള്ളവരായിരുന്നു. അതുകൊണ്ട് ഭാര്യയ്ക്കും അതിലൊരു പരാതി. അങ്ങനെ സുധാമാവ് ഒന്നും ചോദിക്കില്ല എന്നുള്ളത് ആർക്കറിയാം. അപ്പോൾ പിന്നെ ഭാര്യയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഏതായാലും സുധാമാവ് വീട്ടിലെത്തുമ്പം ടോട്ടൽ കൺഫ്യൂഷനായി. കാരണം പഴയ വീടൊന്നും കാണുന്നില്ല. അവിടെ വലിയ ഹൈവേ ഒക്കെ ഉണ്ടായി, ഇപ്പോഴത്തെ ഹൈവേ പോലെയാണ്. പുതിയ റോഡൊക്കെ ഉണ്ടായി, കംപ്ലീറ്റ്ലി സ്ഥലമൊക്കെ മറന്ന്. എന്നിട്ട് സുധാമാവ് മുന്നോട്ട് പോകുമ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി, ബ്രഹ്മൻ ബ്രഹ്മൻ എന്നൊരു വിളി. സുധാമാവിൻ്റെ ഭാര്യ സുധാമാവിനെ വിളിക്കുക ബ്രഹ്മൻ, ഭഗവൻ എന്നൊക്കെയാണ്. പഴയ കാലത്തൊക്കെ സ്ത്രീകൾ അങ്ങനെ വിളിക്കുമായിരുന്നു അത്രേ. ആരെ വിളിക്കും? ഭർത്താവിനെ. വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ, ബ്രഹ്മൻ എന്നൊക്കെയുള്ള വിളി. ഞാനൊരിക്കലും ഇങ്ങനെ സപ്താഹത്തിലൊരു സ്ഥലത്ത് ഇത് പറഞ്ഞപ്പോൾ ഒരമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ ഇപ്പം ബ്രഹ്മൻ തന്നെ വിളിക്കാം. ബ്രഹ്മൊന്നുമല്ല, പരബ്രഹ്മം എന്നാണ് അത്ര വിളിക്കുക. കാരണം റിട്ടയർമെൻറ്റിന് ശേഷം അയാൾ ഒരു പണിക്കും പോവാതെ വീട്ടിലിരിക്കുകയാണ് അത്രേ. പരബ്രഹ്മം പോലെ ഇരിക്കണമെന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ ഭർത്താവ് ബ്രഹ്മൻ എന്നുള്ള വിളി കേട്ടതും ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാര്യയാണ് സുശീല. പെട്ടെന്ന് മനസ്സിലായില്ല, കാരണം ആളൊക്കെ ഒന്ന് ഉഷാറായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന വീട് കൊട്ടാര സദൃശ്യം, ഒന്നിനും ഒരു കുറവില്ല. തമാശയായിട്ട് പറയും, രാവിലെ ഈ സുധാമാവിൻ്റെ ഭാര്യ എണീറ്റപ്പോൾ തന്നെ തോഴിമാർ ചോദിക്കുന്നത് അത്രേ, ചൂടുവെള്ളം വേണോ കുടിക്കാൻ, തണുത്ത വെള്ളം വേണോ, പിന്നെ കാപ്പിക്ക് എന്താ ഉണ്ടാക്കേണ്ടത്, ഏത് പലഹാരം വേണമെങ്കിലും റെഡിയാണ്, ഒന്നിനൊരു കുറവില്ല. സുഭിക്ഷമായിട്ടുള്ള ഒരു ജീവിതം. അത് കണ്ടപ്പോൾ സുധാമാവ് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയുന്ന 4 വരികളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഹൃദയത്തിൽ വന്ന ആ ഒരു ഭക്തി, ആ ഒരു പ്രാർത്ഥന, നമ്മൾ പറയുന്ന ഭക്തി, അദ്ദേഹം പറയാണ്, തസ്യൈവ മേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതത്തൽ പുരുഷ പ്രസംഗ മേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർ ജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതത്തൽ പുരുഷ പ്രസംഗ. എന്താ പറയുന്നത്? ഇനിയും ഇനിയും എനിക്ക് ജന്മമുണ്ടാവട്ടെ എന്ന്. പൊതുവേ നമ്മളൊക്കെ പറയുമോ, മടുത്തുപോയി, ജന്മത്തോടുകൂടി ഇനി വേണ്ട ദൈവമേ. നിങ്ങൾ വേണ്ട പറഞ്ഞാലും മനസ്സുണ്ടോ, ജന്മമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായിരിക്കണം നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പം എന്നാണ്. ഏത് ജന്മം കിട്ടിയാലും ആ ജന്മത്തിൽ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. ഒന്ന് സത്സംഗമാണ്, 2 നമ്മുടെ സാധനയാണ്. അപ്പം നല്ല ആളുകളുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. സത്സംഗം എന്ന് പറഞ്ഞാൽ വെറുതെ ഭജനയ്ക്ക് പോകുന്നു എന്നുള്ളത് മാത്രമല്ല, നല്ല മനസ്സുള്ളവരുമായിട്ടുള്ളൊരു ബന്ധം. അപ്പം തന്നെ ജീവിതം ഒരു രസമാണ്, മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. നോക്കൂ, നിങ്ങൾ ഈ നല്ല ബന്ധങ്ങളല്ലെങ്കിൽ ജീവിതത്തിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഒരു സ്വൈരവും സമാധാനവും ഇല്ലാത്ത ജീവിതം ഉണ്ടായിട്ട്, പൈസ ഉണ്ടായിട്ട് എന്ത് കാര്യം, ഇല്ലേ? ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു സ്വൈരവും സമാധാനം ഉണ്ടെങ്കിൽ തന്നെ ജീവിതം വളരെ ഒരു രസകരമായിട്ട് അങ്ങനെ കടന്നു പോകും, അല്ലേ? ശരിയാണോ? അപ്പോൾ പലരും വിചാരിക്കും പൈസയായ ജീവിതം എന്ന്. പൈസയുണ്ട്, പക്ഷേ വീട്ടിൽ പൈസയെ സ്നേഹിക്കുന്ന ആളുകളാണ് മൊത്തം എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്തുണ്ട്? ഒരു സുഖമുണ്ടാവില്ല. ഉണ്ടാവുമോ? അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇന്ത്യൻ കോഫി ഡേ ഒരു ആൾ 9,000 കോടി കടബാധ്യത വരുത്തിയ അവസാനം മംഗലാപുരത്ത് ഒരു പുഴയിൽ പോയി മുങ്ങി മരിച്ച ഒരു കഥയൊക്കെ നിങ്ങൾ അടുത്ത കാലത്ത് ഉണ്ടായ സിദ്ധാർത്ഥ്, അല്ലേ? വായിച്ചിട്ടുണ്ടോ? അറിയില്ല. അപ്പോൾ വലിയ കോടീശ്വരനാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകളേക്കാണ് കർണാടകയിലെ ഉള്ള മുഖ്യമന്ത്രിയുടെ മകളേക്കാണ് കല്യാണിച്ചത്. പണത്തിനൊരു കുറവുമില്ല. 34,000 കോടിയുടെ ആസ്തിയുള്ള കമ്പനിയുണ്ട്. പക്ഷേ സമാധാനമില്ല. എന്ത് ചെയ്യാനാണ്?
അപ്പം മനസ്സിന് സ്വൈരവും സ്വസ്ഥതയില്ലെങ്കിൽ പണമുണ്ടായിട്ടും നേരെ മറിച്ച് ഇത്തിരി കടമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അതൊന്നും ഏൽക്കാതെ ഒരു സത്സംഗത്തിൻ്റെ സംസ്കാരത്തിലൂടെ അങ്ങനെ മനസ്സ് കടന്നു പോകുമ്പോൾ പിന്നെ എവിടെയാണ് എന്ത് ദുഃഖങ്ങളാണ് ബാധിക്കുന്നത്. ഇപ്പം ഇവിടെ സുധാമാവ് പറയുകയാണ്, എനിക്ക് നല്ല സംഘമുണ്ടാവണം, മഹാനുഭാവേന ഗുണാലയേന, മഹാന്മാരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സംഘവും അതുപോലെ സാധന ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ എൻ്റെ ജന്മം സുഹൃതമായി, സഫലമായി, പുണ്യമായി, ധന്യമായി എന്ന് പറഞ്ഞുകൊണ്ട് സുധാമാവ് അവിടെ കൂടിയെന്നാണ്. പിന്നെ അദ്ദേഹം തൻ്റെ ആ നാമത്തിൽ അലിഞ്ഞു ചേർന്ന് ഭഗവത് സ്വരൂപമായി മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ഉപസംഹരിപ്പിക്കുന്നത്. അപ്പം സുധാമാവിൻ്റെ കഥ നമ്മളിവിടെ അവതരിപ്പിക്കുമ്പോഴും അതുപോലെ നിങ്ങൾ അവിൽക്കിഴി നിവേദിക്കുമ്പോഴൊക്കെ ഓർമ്മ വേണം, ആ അവിൽക്കിഴി എന്ന് പറയുന്നത് മനസ്സിൻ്റെ സമർപ്പണമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു വെളുത്ത തുണിയിലോ മറ്റൊക്കെ കെട്ടിയിട്ട് കൊടുക്കുന്നത്. ഒരു ശുദ്ധ മനസ്സിൻ്റെ സമർപ്പണമാണ്. അപ്പം ആ അവിൽ എന്ന് പറയുന്നത് നമ്മുടെ ഭക്തിയാണ്, നമ്മുടെ നിറഞ്ഞ ഭക്തിയാണ്. ആർക്ക് കൊടുക്കുന്നത്? അതാണ് ഭഗവാന്റെ ആഹാരം എന്ന് പറയുന്നത്. എൻ്റെ ഭക്തൻ ഭക്തിയോടുകൂടി എന്ത് തരുന്നോ അതെന്നെ പ്രീതിയോടെ എന്നെ തൃപ്തിപ്പെടുത്തുന്നതാണ്. ഇപ്പം എന്ത് കൊടുത്തു എന്നുള്ളതല്ല, അത് എങ്ങനെയുള്ളൊരു മനസ്സോടുകൂടി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു സത്യസന്ധമായൊരു കാര്യമാണ്. ജീവിതത്തിലെ ഈ ബന്ധം എന്ന് പറയുന്നതിൽ വാക്കുകൾക്കും ചിന്തകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. വാക്കുകളെ കൊണ്ട് നമുക്കൊരാളെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചാൽ തന്നെ കുറേ അവരുടെ മനസ്സിനൊരു സമാധാനമാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഒരു കൃത്യമായൊരു ഉപാസനയും ചില അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം കടന്നു പോകുന്നത് അറിയില്ല. ഇങ്ങനെ ജീവിതം ധന്യമാക്കിയ ആളാണ് ആര്? സുധാമാവ്.